നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനുമുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ച് മധ്യപ്രദേശിലെ BJP MLA-മാർ. തുല്യ വിദ്യാഭ്യാസത്തിന് നിയമം വേണമെന്നും എല്ലാവർക്കും തുല്യ വിദ്യാഭ്യാസം ലഭിക്കണമെന്നും അപ്പോൾ മാത്രമേ വരും തലമുറയുടെ ഭാവി കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന് ജബൽപൂർ നോർത്ത് നിയമസഭാ മണ്ഡലത്തിലെ BJP MLA അഭിലാഷ് പാണ്ഡെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ശേഷം പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന സ്വകാര്യ അംഗങ്ങളുടെ പ്രമേയത്തെ BJP MLA ഉഷ ഠാക്കൂറും പിന്തുണച്ചു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. നമ്മുടെ സ്കൂളുകൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകാൻ കഴിയും. അതിനാൽ പ്രത്യേകമായി മദ്രസകളും ആവശ്യമില്ല എന്നും ഠാക്കൂർ പറഞ്ഞു. ഈ മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് പ്രമേയത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീർ ആയാലും ആസാം ആയാലും ഇത്തരം മദ്രസകൾ രാജ്യദ്രോഹമാണ് പഠിപ്പിക്കുന്നത്. തീവ്രവാദികളെ വളർത്തിയെടുക്കുന്നതിൽ അവർ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മദ്രസകൾ എല്ലാ കോണിൽ നിന്നും അന്വേഷിക്കണം. രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉഷ ഠാക്കൂർ പറഞ്ഞു. രാജ്യത്തെ മതപരമായും ഭാഷാപരമായും ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ അനുവാദം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. ഇത് രാജ്യത്തെ സാമുദായിക സന്തുലിത അവസ്ഥയെ തകർക്കുവാനും ജനങ്ങൾക്കിടയിലുള്ള തുല്യതയെ ഇല്ലായ്മ ചെയ്യുവാൻ ഉള്ളതുമാണ് എന്നാണ് BJPയുടെ പ്രത്യക്ഷ നിലപാട്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നും അതിനാൽ തന്നെ ആർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകരുത് എന്നുമാണ് BJP ഉയർത്തിക്കാട്ടുന്നത്. ആർട്ടിക്കിൾ 30 പൗരന്മാരുടെ ഭരണഘടനാ സമത്വത്തെ ഹനിക്കുന്നതാണ്. ഈ ആർട്ടിക്കിൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതവും മതപരമായ വിദ്യാഭ്യാസവും പ്രചരിപ്പിക്കാൻ അനുവദിക്കുന്നു. ഭൂരിപക്ഷ സമുദായത്തിന് ഇത് അനുവദനീയവുമല്ല. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാകുമ്പോൾ ആർട്ടിക്കിൾ 30ന്റെ ആവശ്യകത എന്താണ് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷ മതത്തിന് അവരുടെ മതം പ്രചരിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും എന്നാൽ ന്യൂനപക്ഷത്തെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് മതപ്രവർത്തനത്തിനുള്ള തുറന്ന പ്രോത്സാഹനമല്ലാതെ മറ്റൊന്നുമല്ല എന്നും അതിനാൽ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർട്ടിക്കിൾ 30 നിലനിൽക്കാൻ അർഹതയില്ല എന്നുമാണ് BJPയുടെ വാദം. ആധുനിക ജനാധിപത്യപരമായി ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് സത്യമെന്ന് ഏതൊരാൾക്കും മനസ്സിലാവുകയും ചെയ്യും.